ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കാം. ഇന്ന് ബീഫും ചോറാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുട്ട പുഴുങ്ങിയതും മീൻ ചാറുമായിരുന്നു കോമ്പിനേഷൻ. അപ്പോൾ അത് മാറ്റി അപ്പോൾ നമ്മളിപ്പോൾ ബീഫും ഇത്തിരി ചാറും ചോറും കൂടിയാണ് കുഴച്ച് അവർക്ക് കൊടുക്കുന്നത്. അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിക്കൂടെ എന്ന്. എനിക്ക് അതിനെ പറ്റിയ സാഹചര്യമല്ല കൂട്ടുകാരെ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചോറും അതുപോലെ തന്നെ കുറച്ച് പെഡിഗ്രിയാണ് കൊടുക്കാറ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ ജൂലി ടൂവിൻ്റെ അടുത്ത് പോവാം നമുക്ക്. കൂട്ടുകാരെ, ഇന്ന് നമ്മളുടെ ജൂലി ടൂ ഉണ്ട്, നമ്മുടെ കേശുമോനുണ്ട്. കേശുമോൻ ചെറിയ പരിക്കൊക്കെ പറ്റി കടിയൊക്കെ കൂടി നടക്കുകയാണ്. കണ്ടോ? ജൂലി ടൂ മിട്ടുക്കത്തിയായില്ല. എപ്പോഴും നിനക്ക് ഈ പൊട്ടൽ മുറിവുള്ളൂല. കേശുമോന് എന്നും പരിക്കാണ്. ഇന്നിപ്പോൾ അവിടെയുള്ള ഏതോ ഡോഗുകൾ, മുതിർന്ന ഡോഗുകളുണ്ട്. അപ്പോൾ അവർ കടിപിടി കൂടിയിട്ട് എന്തോ അവിടെ അവന് മുറിവ് പറ്റിയിട്ടുണ്ട്. മരുന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ജൂലി ടൂവിൻ്റെ കുഞ്ഞുങ്ങളൊന്ന് കണ്ടുവച്ച് വരാം. ജൂലി ടൂ ഭാഗ്യവതിയാണ് കേട്ടോ. അവൾ തെരുവിൽ വളർന്നത് കൊണ്ടും തെരുവിൽ പ്രസവിച്ചത് കൊണ്ടും അവൾ സുരക്ഷിതയാണ്. അവളിവിടെ ഒരു മോട്ടോർ ഷെഡിലാണ് പ്രസവിച്ചത്. 5 കുഞ്ഞുങ്ങളും അവളും സേഫായിട്ടിരിക്കുന്നു. അവളുടെ കുഞ്ഞുങ്ങൾ ഇത് അവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. കണ്ടോ, 3 പേര് 3 സ്ഥലത്താണ് ഇങ്ങനെ നടക്കുന്നത്. അവരിതിൻ്റെ ഉള്ളിലായിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ജൂലി ടൂ ഭാഗ്യവതി എന്ന് പറയാൻ കാരണം മറ്റുള്ള ഞാൻ കണ്ട ഡോഗുകളെല്ലാം അമ്മ ഡോഗുകളെല്ലാം വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. എല്ല് പിറക്കിയെടുക്കാം. പക്ഷെ ഇവൾ മാത്രമാണ് നല്ല സുരക്ഷിത സ്ഥാനവും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം ഇവൾ തെരുവിൽ തന്നെയാണ്. അതുകൊണ്ടാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്തി ഗർഭിണിയാവുമ്പോൾ ആ ഡോഗിനെ കൊണ്ട് കളയുന്നു, അല്ലെങ്കിൽ പ്രസവിച്ച് കഴിയുമ്പോൾ കൊണ്ടുപോയി കളയുന്നു. നമ്മൾ വീടുകളിൽ ഭക്ഷണം കൊടുക്കുന്നവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുമാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് ഓർക്കണം. നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്യുന്നു. അവരത് കഴിച്ച് നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പ്രസവിക്കും. നമ്മൾ മനുഷ്യരാകട്ടെ അന്നത്തെ ദിവസം തന്നെ കണ്ണു വിരിയുന്നതിന് മുമ്പേ അതുങ്ങളെ കൊണ്ട് ഒഴിവാക്കുന്നു. അവരുടെ ഉള്ളിലുള്ള വേദനയും വിഷമം എത്രത്തോളമാണെന്ന് ഒരു മനുഷ്യൻ ആരും ചിന്തിക്കുന്നില്ല. പാവങ്ങൾ. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന അമ്മ ഡോഗുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ഭക്ഷണം എവിടെയെങ്കിലും കണ്ടെത്തി എവിടെയെങ്കിലും തെരുവിൽ പ്രസവിച്ചോളും. നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയും അവർ നമ്മളെ വിശ്വസിക്കുകയും ചെയ്യും. അവസാനം നമ്മൾ തന്നെ അവരെ കൊണ്ട് കളയുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. ആരും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ നിങ്ങളോടുള്ള ക്രൂരത. കേട്ടോ ജൂലിപ്പെണ്ണെ, ജൂലി ടൂ, ജൂലിപ്പെൺകുടിയായി 2 കുഞ്ഞുങ്ങൾ ആരെ കൊണ്ടുപോയി? ജൂലി 2 പേരും ആരോ എടുത്തുകൊണ്ടുപോയില്ല. ജൂലി ടൂ ജൂലി ടൂ 2 കുഞ്ഞുങ്ങൾ ആരോ കൊണ്ടുപോയില്ല നിൻ്റെ? ആരാത്? ജൂലി പെണ്ണെ, കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയിക്കോട്ടാ. ജൂലി ടൂ വയ്ക്കോ നീ. കണ്ട, കളഞ്ഞിട്ടാണ് ഡോറ തിന്നുള്ളൂ അല്ലേ? ഡോറ കുട്ടിയെ കണ്ടത്. കൂട്ടുകാരെ, നമ്മുടെ ഡോറപ്പെൺകുടി മിടുക്കത്തിയായിട്ടിരിക്കുന്നു കേട്ടോ, സുന്ദരിയായിട്ടിരിക്കുന്നു അവൾ. ഇനി നമുക്ക് നമ്മുടെ അപ്പുമോൻ്റെ അടുത്തേക്കാണ് പോണത്. അപ്പുമോന് അവിടെ അടുത്തൊരു വീടൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്നേഹമുള്ളവരാണ് അവർ. ഭക്ഷണമൊക്കെ അവർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ വീടെത്തുമ്പോൾ അവൻ എൻ്റെ പിന്നാലെ വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇറച്ചിച്ചോറായതുകൊണ്ട് ഭയങ്കര കൊതിയാണ് അവർക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. പറ്റുമെങ്കിൽ ഷെയറും ലൈക്കൊക്കെ തന്ന് സഹായിക്കുക.